ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് ആരെങ്കിലും കാണുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഈ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. അനാമികയെ അനി ഇതുപോലെ വെറുക്കണമെങ്കിൽ അവർ തമ്മിലുള്ള സംസാരത്തിനിടയിൽ അവളുടെ ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് വേണം അവൻ ഇങ്ങനെ വെറുക്കാൻ. പക്ഷേ നമ്മളിതൊക്കെ അറിഞ്ഞു വന്നപ്പോൾ ഒരുപാട് വൈകിപ്പോയി. അതിൽ നിൻ്റെ ഭാഗത്തും തെറ്റുണ്ട്. അതും പറഞ്ഞ് അവൻ പോയി. എന്നിട്ട് വീണ്ടും തിരിച്ചു വന്നിട്ട് പറയാണ്, പിന്നെ ഞാൻ നന്ദുവിന് കൊടുത്ത വാക്കുണ്ടല്ലോ, അത് ആത്മാർത്ഥമായിട്ട് തന്നെ പറഞ്ഞതാ. അവൾക്കിനി എന്ത് സങ്കടം വന്നാലും അത് നീ എന്നോട് പറയണം. അവൾ എൻ്റെയും സ്വന്തം അനിയത്തി തന്നെയാണ്. നന്ദു അനി വാങ്ങിച്ചു കൊടുത്ത സാരിയൊക്കെ എടുത്ത് സ്വർണ്ണമൊക്കെ ഇട്ട് റെഡിയാവുകയാണ്. അപ്പോൾ നന്ദു മനസ്സിൽ വിചാരിക്കുകയാണ്, ഞാൻ സെലക്ട് ചെയ്താൽ പോലും എനിക്ക് ഇത്രയും നല്ലൊരു സാരി എടുക്കാൻ പറ്റില്ല. പിന്നെ അവൾ സങ്കടപ്പെട്ടുകൊണ്ട് പറയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സാരി ചുറ്റുന്നത്, അതും അനി എടുത്തു തന്ന സാരി. അതും കൂടി ആയപ്പോൾ നന്ദുവിന് സങ്കടം സഹിക്ക വയ്യ. നയനയുടെ അച്ഛനും അമ്മയും റെഡിയായിട്ട് താഴേക്ക് വന്നു. അപ്പോൾ അവൻ നയനയോട് ചോദിക്കുകയാണ്, മോള് റെഡിയായോ മോളെ? ഞാൻ റെഡിയായോ. അച്ഛനും അമ്മ റെഡിയായോ? അച്ഛനും അമ്മയും അതും റെഡിയായി. അപ്പോൾ അവൾ പറയാണ്, ഇന്നലെ ഒരു സത്യം ഒരാൾ കൂടി അറിഞ്ഞു. നന്ദുവിൻ്റെ ആ കാര്യം ഇന്നലെ ഒരാൾ കൂടി അറിഞ്ഞു, ആദർശേട്ടൻ. അപ്പോൾ കനക പറയാണ്, അയ്യോ. അപ്പോൾ നയനയുടെ അച്ഛൻ പറയാണ്, എന്തിനാ ഈ സമയം ഇത് ആദർശിനോടൊക്കെ പറഞ്ഞത്? നയന പറയാ, ഞാൻ മനഃപൂർവ്വം പറഞ്ഞതല്ല, അങ്ങനെ പറയാൻ ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടായി. അതിനുള്ള കാരണങ്ങൾ ഉണ്ടാക്കിയതും അനിയ. എന്താ മോളെ പറ്റിയത്? ഞങ്ങൾ പറയുകയും ചെയ്തു, സാധാരണ 5 മണിക്ക് എഴുന്നേൽക്കുന്ന മോള് വൈകിയാണല്ലോ എണീറ്റത് എന്ന്. ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ? സത്യം പറഞ്ഞാൽ ഒട്ടും ഉറങ്ങിയിട്ടില്ല. വെളുപ്പിന് 3 മണിയായിന് വന്നിട്ട് കിടന്ന സമയത്ത്. അതിനുശേഷം നല്ലപോലെ ഉറങ്ങാനും പറ്റിയില്ല. അതുവരെ മോൻ എവിടെയാ പോയത്? കനക ചോദിക്കുക. അത് പിന്നെ നയന ഉണ്ടായ സംഭവങ്ങളൊക്കെ, അതായത് ഇന്നലെ ഉണ്ടായ സംഭവങ്ങളൊക്കെ അനി കുടിച്ച് ലക്ക് കെട്ട് കിടന്നതോ മറ്റും ഒക്കെ അമ്മയുടെയും അച്ഛൻ്റെ അടുത്ത് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. കല്യാണം? ആരുടെ കല്യാണം? ഇവിടെ ആരുടെ കല്യാണം നടക്കില്ല എന്ന് പറയാണ്. അപ്പോൾ അച്ഛൻ ചോദിക്കുകയാണ്, എന്തൊക്കെയാ മോളെ നീ പറയുന്നത്? അനിയുടെ മനസ്സിൽ നന്ദുവാണെന്നറിയുമ്പോൾ ആദർശേട്ടൻ പുച്ഛിക്കും എന്നാണ് കരുതിയത്. പക്ഷേ അനിയനെ അമിതമായിട്ട് സ്നേഹിക്കുന്ന ഏട്ടൻ എല്ലാം കേട്ട ശേഷം എന്നെ കുറ്റപ്പെടുത്തുമായിരുന്നു. അപ്പോൾ നേരത്തെ പറയാതിരുന്നത് നന്നായി. അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നടക്കാൻ പാടില്ലാത്തൊരു ബന്ധം നടന്നേനെ. ഈ ബന്ധത്തെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും തമ്മിൽ ഭയങ്കര പ്രശ്നമായേനെ. ആ സമയത്ത് നന്ദുവും ഉണർന്നതുകൊണ്ട് അവളും എല്ലാം അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കനക പറയാണ്, അത് ഇന്നത്തെ കാര്യം കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ കാണാനോ സംസാരിക്കാനോ ഒന്നും പോകുന്നില്ല. പിന്നെ നന്ദുവിന് പറ്റിയൊരു നല്ല പയ്യനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതോടെ അവളുടെ എല്ലാ സങ്കടവും മാറും. എന്തേട്ടാവാ, നമുക്ക് അവളെ ഒന്ന് കാണാം. അവളെ ഡ്രസ്സൊക്കെ ചെയ്ത് മേക്കപ്പൊക്കെ ചെയ്തിട്ട് അവിടെ ഒരു മൂകമായിട്ട് അങ്ങനെ ഇരിക്കുകയാണ് വിഷമിച്ചിട്ട്. ആഹാ മോളു നോക്കിക്കോ ഗോവിന്ദേട്ടാ, ഇവൾ സാരിയൊക്കെ ഉടുത്തു, നന്നായിട്ടുണ്ട്, മോൾക്ക് സാരി ചേരുന്നുണ്ട് അച്ഛനും പറയാ. കനക, അല്ലെങ്കിലും ഇനിയിപ്പോൾ സാരിയൊക്കെ ഉടുക്കേണ്ട പ്രായമായല്ലോ. അപ്പോൾ ഗോവിന്ദേട്ടൻ പറയാണ്, സാരി ഉടുക്കേണ്ട പ്രായമൊക്കെ എന്നേ കഴിഞ്ഞു, മോളത് വേണ്ടാന്ന് വെച്ച് നടക്കായിരുന്നല്ലോ. പിന്നെ കനക വിക്കി പറയാണ്, ആദർശ് മോൻ ഇന്നലെ എല്ലാം അറിഞ്ഞു അല്ലേ മോളെ? ഇനിയിപ്പോൾ അതിനെപ്പറ്റിയൊന്നും ചിന്തിക്കണ്ട. നയന ആത്മാർത്ഥമായിട്ടാണ് നിന്നെ സ്നേഹിക്കുന്നത് അച്ഛൻ പറയാം. അതേപോലെ തന്നെ ആദർശിൻ്റെ കാര്യവും. ആദർശ് അനിയെയും അതുപോലെ തന്നെ സ്നേഹിക്കുന്നു, ഒരുപക്ഷെ അയാളേക്കാൾ കൂടുതൽ. അങ്ങനെയുള്ളപ്പോൾ അനിയൻ്റെ ഭാഗത്ത് നിന്നാണ് ഏട്ടൻ ചിന്തിച്ചത് എന്ന് വെച്ച് നമ്മൾ അതിനെ അനുകൂലിച്ചുകൂടാ. നമ്മൾക്ക് അർഹതയില്ലാത്തത് നമ്മൾ വേണമെന്ന് വാശി പിടിക്കരുത്. ഒരു സമയത്ത് ഇവളും നവ്യയും അങ്ങനെയാണ് സഞ്ചരിച്ചത്, കോടീശ്വരന്മാരെ തേടി. അത് അവസാനം എവിടെയാണ് കൊണ്ടുവന്നെത്തിച്ചത്? ശരിയാ മോളെ, ഇതിനൊക്കെ വളമിട്ടത് ഈ അമ്മയാ. ഇന്നതിൽ അമ്മയ്ക്ക് ഒരുപാട് വേദനയുണ്ട്. ഇവിടെയുള്ള ആൾക്കാരുടെ മുമ്പിൽ ചൂളി നിൽക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള കാരണം ഞാനും നവ്യമോളും തന്നെയാണ്. അതിന് ബലിയാടായത് പാവം നയനമോളും. അപ്പം അച്ഛൻ അവളുടെ അടുത്ത് പറയാണ്, മോളുടെ മുമ്പിൽ നല്ലൊരു ജീവിതമുണ്ട് മോളെ. മോളുടെ നയനേച്ചി പറയുന്നത് പോലെ, ഞങ്ങൾ പറയുന്നത് പോലെ മോള് കയറി ചെല്ലുന്ന വീട്ടിൽ ഒരിക്കലും മോള് പുറമ്പോക്കാകാൻ പാടില്ല. ഇവിടെ ഇപ്പോൾ നയന മോളുടെ അമ്മായിയമ്മ പറയുന്നത് മോളും കേട്ടില്ലേ? ഇന്നത്തെ ദിവസം ഈ വീട്ടിൽ വരാൻ പോകുന്നത് ഈ വീട്ടിലെ ആദ്യത്തെ മരുമകളാണെന്ന്. എന്ന് വെച്ചാൽ മോളുടെ ചേച്ചിമാരൊക്കെ ഇവിടെ അന്യരാ. ഇനിയിപ്പോൾ അങ്ങനെയുള്ളൊരു വീട്ടിലേക്ക് ഇനി പൊന്നുകൊണ്ട് മൂടാന്ന് പറഞ്ഞാലും നമ്മൾ പോകാൻ പാടില്ല. അപ്പോൾ നന്ദു പറയാണ്, ഞാൻ എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു അച്ഛാ, ഇനി ആർക്കും ഞാനൊരു ശല്യമാവില്ല. ദേ ഞങ്ങൾ അനിക്കുള്ള പ്രസൻറ്റ് കൊടുക്കാൻ പോവാ. കനക പറയാ, മോളിവിടെ വാ, നമുക്കിത് ഒരുമിച്ച് കൊടുക്കാം. ഇല്ല അമ്മേ, ഞാനിനി അനിയുടെ അടുത്തേക്ക് വരില്ല.
ഇപ്പം തന്നെ വന്നതിൻ്റെ പേരിൽ അനിയുടെ അമ്മ ഒരുപാട് വഴക്ക് പറഞ്ഞു. അതേ കനകെ, ഇനി മോള് അനിയെ കാണുവോ സംസാരിക്കുകയോ വേണ്ട. ഇന്ന് കല്യാണം കഴിഞ്ഞ് സദ്യയും കഴിച്ച് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് മടങ്ങാം. ഇഷ്ടപ്പെട്ട ആളെ നേടിത്തന്നില്ല എന്ന പേരിൽ മോള് അച്ഛനെയും അമ്മയെയും വെറുക്കരുത്. എന്താ അച്ഛാ ഇങ്ങനെയൊക്കെ പറയുന്നേ? അത് വേറൊന്നും കൊണ്ടല്ല മോളെ, ഇനി പെൺമക്കളുടെ ജീവിതം കണ്ട് കണ്ണ് നനയാൻ വയ്യ. ഇപ്പോഴും അച്ഛന് വലിയ ഉറപ്പൊന്നുമില്ല നയനയും നവ്യയും എല്ലാ കാലവും ഇവിടെ കാണുന്നു. നാളെ അവർ വീട്ടിൽ വരികയാണെങ്കിൽ ശേഖരിക്കാൻ സ്വീകരിക്കാൻ മനസ്സ് പാകപ്പെടുത്തി വെച്ചിരിക്കുക ഈ അച്ഛനും അമ്മയും. ഇനി അങ്ങനെ ഒരു ഗതികേട് എൻ്റെ മോൾക്കും ഉണ്ടാവരുത്. അനി വിഷമിച്ചിരിക്കുകയാണ്. അവിടെ കൂട്ടുകാർ വന്നിട്ട് പറയാണ്, അളിയാ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലുണ്ടാവും, ഇവിടെ നിന്നാൽ ശരിയാവത്തില്ല. അപ്പോൾ അനിയുടെ അടുത്ത് നാനയുടെ അച്ഛനും അമ്മയും വന്നിട്ട് പറയാണ്, ഇന്നലെ ആരും അറിയാതെ പലതും നടന്നു അല്ലേ? നാനയുടെ അമ്മ പറയാണ്, നാനമോൾ എല്ലാം പറഞ്ഞു. അല്ല, ഇവരുടെ ഭാഗത്തൊരു തെറ്റുമില്ല ആൻറ്റി. എന്നാലും ഇന്ന് കല്യാണമായിട്ട് ഏട്ടനെ ഒരുപാട് വിഷമിപ്പിച്ചു അനിയൻ അല്ലേ? അതിനേക്കാൾ വിഷമത്തിലാണ് ഞാൻ. നടക്കേണ്ട ബന്ധം തന്നെയാണ് മോനെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇനി ബന്ധുക്കൾ തമ്മിൽ ഇരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് നീയാണ്. അനിമോന് ഞങ്ങളൊരു സമ്മാനമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ കൈയൊന്ന് കാണിച്ചേ. നാനയുടെ അമ്മ ഒരു മോതിരം അവന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അവൻ ചോദിക്കുകയാണ്, അനി ചോദിക്കുകയാണ്, എന്തിനാ ആൻറ്റി പൈസ ഇല്ലാത്ത സമയത്ത് ഇതൊക്കെ വാങ്ങിച്ചേ? ഇത് സാരയില്ല മോനെ, എൻ്റെ 2 മക്കളെയും അയച്ച വീടായത്. അവരുടെ അനിയൻ്റെ കല്യാണത്തിന് ഞങ്ങൾ എന്തെങ്കിലും സമ്മാനം തരണ്ടേ? ഇത് തന്നെ ഒരുപാട് കുറഞ്ഞു പോയി എന്ന് എനിക്കറിയാം. അതിനുള്ള സ്ഥിതിയെ ഞങ്ങൾക്കുള്ളൂ. അപ്പോഴാണ് ജലജയും ദേവയാനിയും അങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് ദേവയാനി പറയാണ്, ആഹാ ഞങ്ങളെ പയ്യന് പ്രസൻറ്റേഷനൊക്കെ കൊടുക്കുവാണോ? അപ്പോൾ ജലജ പറയാണ്, ആരും കാണാതെ കൊടുത്തതാ, കാണിക്കാൻ പറ്റുന്ന ഉരുപ്പടിയല്ലല്ലോ. അപ്പം നാനയുടെ അച്ഛൻ പറയാണ്, ഞങ്ങളുടെ സ്ഥിതിക്ക് അനുസരിച്ചൊരു പ്രസൻറ്റ് കൊടുത്തതേ ഉള്ളൂ. അതെന്തിനാ അവൻ്റെ കയ്യിൽ കെട്ടിക്കൊടുത്തത്? സ്വർണ്ണ ചെയിനാ, പക്ഷേ അത് 1 പവൻ തികച്ചു കാണില്ല. അല്ല, 2 പവനുണ്ട്. അപ്പം ജലജ പറയാണ്, ആ സ്വർണ്ണമാണെന്ന് നീ ഉരച്ചു നോക്കണം. കനക പറയാണ്, അതേ ഈ വീട്ടിലുള്ളവർക്ക് സ്വർണം കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് പിന്നെ ഉരച്ചു നോക്കേണ്ട കാര്യമില്ലെന്നാ വിശ്വാസം. എന്നാലും വല്യമ്മേ, നാനയെടുത്തിയുടെ അച്ഛനും അമ്മയും എന്ത് തന്നാലും എനിക്കത് വലിയ സന്തോഷം തന്നെയാണ്. അനി പറയാം, നിങ്ങൾ സ്വർണം വാങ്ങിച്ച് പൈസ കളയേണ്ട കാര്യമില്ലായിരുന്നു. നിങ്ങളെ അവസ്ഥയൊക്കെ എനിക്കറിയാലോ. പിന്നെ എന്തിനാടാ അങ്ങനെയുള്ളവർ കഷ്ടപ്പെട്ട് ഇതും വാങ്ങിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നത്? ദേവയാനി പറയാം, എന്തെങ്കിലും കൊടുത്തു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനാണോ? നിങ്ങളുടെ മക്കൾ ഇങ്ങോട്ട് വന്നതുപോലെയല്ല ഇന്നൊരു പെങ്കൊച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത്. ദേവയാനി പറയാം, പൊന്നുകൊണ്ട് മൂടിയാ അവളുടെ അച്ഛനും അമ്മയും അവളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞുവിടാൻ പോകുന്നത്. ഇത് മാത്രമാണോ? വളഞ്ഞ വഴിയിൽ കൂടിയല്ല ആ കൊച്ചി ഇങ്ങോട്ടേക്ക് വരുന്നത്, നേരായ മാർഗത്തിലൂടെയാ. അങ്ങനെ നേരായ മാർഗത്തിൽ കൂടി വരുന്നത് കൊണ്ടാണ് അവളെ നമ്മൾ മരുമകളായി കാണുന്നത്. ദേവയാനിയും ജലജയും അവരെ ഇട്ട് മുറിക്കുകയാണ്. ഇനി ഒരുത്തി ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ടല്ലോ, ആരുടെ തലയിൽ കെട്ടിവെക്കാനാ പ്ലാൻ? കനക എന്തോ പറയാൻ വേണ്ടി പോയ സമയത്ത് അച്ഛൻ തടുത്തിട്ട് പറയാണ്, കനകയെ വേണ്ട. എൻ്റെ അച്ഛൻ പറയാണ്, അറിഞ്ഞുകൊണ്ട് ആരെയും ചതിക്കണമെന്ന് ഞാൻ കരുതിയിട്ടില്ല. അപ്പോൾ ജലജ, ഓ പള്ളിയിലച്ഛൻ സുവിശേഷം തുടങ്ങി. എന്തായാലും കല്യാണം കണ്ട് സദ്യയും കഴിച്ചിട്ട് പോകാൻ നോക്ക്. ജലജ പറയാ, രണ്ടാളും പോകുമ്പോൾ 2 മക്കളെയും കൂടി കൊണ്ടുപോയാൽ അത്രയും നല്ലത്. അതെ, അച്ഛൻ്റെയും അമ്മയുടെയും തണലിൽ ഒരുപാട് കാലം അവർക്കിവിടെ കഴിയാൻ പറ്റില്ലല്ലോ ദേവയാനി. എൻ്റെ മരുമകളായി വരുന്നവളെ മകളെപ്പോലെ സ്നേഹിക്കണം എന്ന് കരുതി തന്നെയാണ് ഞാൻ ജീവിച്ചൊരു അമ്മയാണ് ഞാൻ. അതിന് കഴിഞ്ഞില്ല. ഇനി എൻ്റെ മരുമകൾക്കായി കരുതി വെച്ച സ്നേഹം എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കണം. അവളുടെ ദാസിപ്പണി ചെയ്താൽ മതി നിങ്ങളുടെ 2 മക്കളും. ആ ജലജെ എന്ന് പറഞ്ഞ് ദേവയാനിയും ജലജയും അവിടെ നിന്ന് പോയി. ആൻറ്റി, നിങ്ങളിതൊന്നും കാര്യമാക്കണ്ട. മാലാഖയാണെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവരാൻ പോകുന്നത് അത്ര വലിയ ആളൊന്നുമല്ല. അങ്ങനെയൊന്നും പറയണ്ട മോനെ, മോൻ്റെ സ്വഭാവം വളരെ നല്ലതാ. അങ്ങനെയുള്ളപ്പോൾ മോൻ്റെ ദാമ്പത്യം ഒരു കാരണവശാലും പരിചയപ്പെടാൻ പാടില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും മോൻ്റെ ഒപ്പം ഉണ്ടാവും. അതും പറഞ്ഞ് അച്ഛൻ അവിടെ നിന്ന് പോയി. അമ്മയ്ക്കും നല്ല സങ്കടം ഉണ്ടായിരുന്നു. 3 പേരും ഒരുമിച്ച് നിന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ദേവയാനി പറയാണ്, ജാനകി ഞങ്ങളെക്കാളും നല്ലൊരു സമാധാനമുള്ള അമ്മായിയമ്മയാണ്. നിനക്ക് നീ ആഗ്രഹിച്ചതുപോലെ ഒരു മരുമകളെ കിട്ടി. അപ്പോൾ ജലജ പറയാണ്, അത് ശരിയാ, 2 പാഴികളുടെ അമ്മയാകേണ്ട ഗതികേട് നമ്മൾക്കുണ്ടായി. അപ്പോൾ മുത്തശ്ശി അവിടെ വന്നിരുന്നു. മുത്തശ്ശി ചോദിക്കുക, നീയൊക്കെ എന്താ അങ്ങനെ പറഞ്ഞേ? നിൻ്റെയൊക്കെ സ്വഭാവം അനുസരിച്ച് ഇതിനേക്കാൾ നല്ല മരുമക്കളെ എവിടെ നിന്ന് കിട്ടാനാ? ഞങ്ങളുടെ സ്വഭാവം അത്രയ്ക്ക് മോശമാണ് അമ്മേ. ദേവയാനി, നയനമോൾ ഇവിടേക്ക് വരുന്നത് വരെ നിന്റെ സ്വഭാവത്തിന് ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. ജലജയെ കാണിച്ചിട്ട് പറയാണ് മുത്തശ്ശി, ഇവൾക്കായിരുന്നു അല്ലറ ചില്ലറ കുഴപ്പമുണ്ടായിരുന്നത്. എന്നാൽ നിന്റെ മരുമകൾ ഇവിടെ കാലെടുത്ത് വെച്ചതിന് ശേഷം എൻ്റെ സ്വഭാവത്തിൽ വലിയ മാറ്റാണ് വന്നത്. ദേവയാനി, അങ്ങനെ ഞാൻ മാറിയെങ്കിൽ ഇവിടെ പഴിക്കേണ്ടത് എന്നെയല്ല, എൻ്റെ മരുമോളെയാ.
ആ അങ്ങനെ പഴിക്കാനും വലിയ കാരണം വേണ്ടേ? അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ വന്നിട്ട് പറയാണ്, ഇന്നത്തെ ദിവസമെങ്കിലും ഇങ്ങനെയുള്ള സംസാരം ഒന്ന് നിർത്തണേ. വലിയ കാര്യത്തിൽ അനാമികയ്ക്ക് കൊടുക്കാനായി ഒരു വലിയ മാല തന്നെ വാങ്ങിച്ചു. അതുപോലും ഡിസൈൻ ചെയ്തത് നേനമോളാ. അത് കൊള്ളില്ലെന്ന് നീ പറയത്തില്ലല്ലോ ദേവയാനി. അപ്പം ജാനകി ചോദിക്കാണ്, മറ്റൊരു ഡിസൈനും അടുത്തേക്ക് കിട്ടിയില്ല അടുത്തി. അനയും ആദർശും അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അവർക്കും വല്ലാത്ത വിഷമായി. അപ്പോൾ അനിയുടെ അച്ഛൻ പറയാണ്, ജ്വല്ലറിയിൽ വെച്ച് ഏറ്റവും നല്ല ഡിസൈനിലേ വാങ്ങിക്കാൻ പറ്റൂ. അമ്മ ഏറ്റവും നല്ല ഡിസൈൻ ഏതാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ തന്നെയാണ് ആ മാല അമ്മയ്ക്ക് കാണിച്ചു കൊടുത്തത്. ആദർശ് പറയാം, നീ തന്നെയാണ് അങ്ങനെ ഒരു ചതി ചെയ്തത്. അല്ലെങ്കിൽ ആ മാല ഒരിക്കലും ഞാൻ സെലക്ട് ചെയ്യില്ലായിരുന്നു. ആ സമയത്ത് അമ്മ എന്താ പറഞ്ഞത്? നിന്റെ സെലക്ഷൻ കൊള്ളാം, ഇതുപോലൊരു മാല അമ്മ കണ്ടിട്ടില്ല എന്നൊക്കെയല്ലേ പറഞ്ഞത്. എന്നിട്ട് അമ്മ ഇപ്പോൾ അതൊക്കെ മാറ്റി പറയാണോ? അപ്പോൾ ജാനകി പറയാണ്, എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ജലജയ കുറവ് ജലജയും പറഞ്ഞു, എനിക്കും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അനി ആദർശിൻ്റെ അച്ഛൻ ചോദിക്കാണ്, അല്ല അതൊക്കെ അവിടെ നിൽക്കട്ടെ, കല്യാണ പയ്യൻ എവിടെ? അപ്പോഴാണ് അനി ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് വരുന്നത്. അപ്പോൾ ദേവയാനി പറയാണ്, കല്യാണ പയ്യൻ എത്തിയല്ലോ. അപ്പോഴാണ് ദേവയാനി ചോദിക്കുന്നത്, അല്ല നിന്റെ കവളിൽ എന്താ മോനെ ഒരു പാട്? അത് ശരിയാണല്ലോ, നിന്നെ ആരെങ്കിലും തല്ലിയോ മോനെ? അപ്പോൾ ജാനകി പറയാണ്, എന്താ സംഭവിച്ചതെന്ന് അവനോട് ചോദിക്കാതെ ദേ ഈ നിൽക്കുന്ന ചേട്ടനോട് ചോദിക്ക്, അവൻ പറഞ്ഞു തരും എന്താ സംഭവിച്ചതെന്ന്. അപ്പോൾ ദേവയാനി ചോദിക്കാണ്, എന്താണ് ആദർശേ, ആരാ അനിയെ തല്ലിയത്? പറയാണ്, അത് അപ്പോൾ ജാനകി, നിനക്ക് പറയാൻ വയ്യെങ്കിൽ ഞാൻ പറയാം. വേണ്ട, ഞാൻ തന്നെ പറഞ്ഞോളാം. ഞാൻ തന്നെയാണ് ഇവനെ തല്ലിയത്. അത് കേട്ട് എല്ലാവരും പരസ്പരം നോക്കുകയാണ്. അപ്പോഴാണ് നന്ദുവും സ്റ്റെയർ കേസ് ഇറങ്ങി താഴേക്ക് വരുന്നത്. ആദർശിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, എന്താണ് ആദർശ ഇത്? കുഞ്ഞുനാളിൽ പോലും നീ അവൻ്റെ ദേഹത്ത് കൈവച്ചിട്ടില്ലല്ലോ, പിന്നെ എന്താ ഉണ്ടായത്? ദേവയാനി ചോദിച്ചത് കേട്ടില്ലേ, എന്തിനാടാ നീ എൻ്റെ കുഞ്ഞിനെ തല്ലിയതെന്ന്? ഇന്നലെ രാത്രി ഇവൻ കൂട്ടുകാർക്കൊപ്പം പോയി ചെറുതായിട്ടൊന്ന് മിനുങ്ങി. ദേവയാനി, നീ കുടിച്ചോടാ? അത് പിന്നെ ഇവനെ രാത്രി കാണാതായപ്പോൾ ഞാൻ ഇവനെ തിരക്കി പോയതാ. അവിടെ ചെന്നപ്പോൾ അവൻ മദ്യപിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് എനിക്കിഷ്ടപ്പെട്ടില്ല. ആ സമയത്ത് ഞാൻ തല്ലിപ്പോയതാ. അപ്പോൾ അനിയുടെ അച്ഛൻ പറയാണ്, അതിലൊരു തെറ്റുമില്ല. ആ സമയത്ത് ഇവന് മദ്യപിക്കേണ്ട ഒരു കാര്യവുമില്ല, പ്രത്യേകിച്ചും ഇന്ന് കല്യാണ ദിവസമായിട്ട്. അങ്ങനെയുള്ളപ്പോൾ ഞാനാണെങ്കിലും ഇവനെ തല്ലും. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയാണ്, കൂട്ടുകാരുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവരുടെ കൂടെ ഒന്ന് മിനുങ്ങിയെന്ന് വെച്ച് അത് അവനെ തല്ലേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ദേവയാനി പറയാണ്, മദ്യപാനെ ഒരിക്കലും ഒരു നല്ല ശീലമല്ല. അതിനുള്ള ശിക്ഷ കൊടുത്തതിന് ഒരു തെറ്റുമില്ല. എങ്കിലും കല്യാണത്തിന് തലേദിവസം വേണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് കാണുന്നവരൊക്കെ എന്ത് പറ്റിയെന്ന് ചോദിക്കില്ലേ? ആ സമയത്ത് മദ്യപിച്ചതിന് നല്ലതാണെന്ന് പറയാൻ പറ്റുമോ? ഇനിയിപ്പോൾ എവിടെയെങ്കിലും തട്ടിയെന്നോ മുട്ടിയെന്നൊക്കെ പറയാം. പിന്നെ മുത്തശ്ശി പറയാണ്, എന്തൊക്കെ ഇവിടെ സംഭവിക്കുന്നത്? ഇനിയിപ്പോൾ സമയമായി, എല്ലാവർക്കും ദക്ഷിണ കൊടുക്ക്. അങ്ങനെ ആദ്യം തന്നെ മുത്തശ്ശിയാണ് കൊടുക്കുന്നത്. അങ്ങനെ അനി അമ്മയുടെയും വല്യമ്മമാരുടെയും ഒക്കെ കാല് പിടിച്ച് അനുഗ്രഹം വാങ്ങിക്കുകയാണ്. അല്പം മാറി നിന്നുകൊണ്ട് നന്ദു എല്ലാം കാണുന്നുണ്ട്. അങ്ങനെ നാനയുടെ അച്ഛനെയും അമ്മയും ഒക്കെ അനുഗ്രഹിച്ചു. എല്ലാം കഴിഞ്ഞ് മാറി നിന്ന് നോക്കുന്ന നന്ദുവിനെ നോക്കുകയാണ് ഇനി. അപ്പോഴാണ് ജാനകിയുടെ ശ്രദ്ധയിൽപ്പെട്ടത് അവർ തമ്മിൽ പരസ്പരം നോക്കുന്നത്. പുറപ്പെടാം ഇനി. എല്ലാവരും ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ നാന വന്നിട്ട് നന്ദുവിൻ്റെ അടുത്ത് പറയാണ്, നീ വിഷമിക്കണ്ട മോളെ, നിനക്ക് ഇതിലും നല്ലൊരു ബന്ധം കിട്ടും. ഇവിടുത്തെ ദുഷ്ടക്കൂട്ടങ്ങളുടെ ഇടയിലേക്ക് വരാതിരിക്കുന്നത് നല്ലത്. എങ്കിലും നന്ദുവിൻ്റെ മനസ്സിൽ നിന്ന് ആ വിഷമം അങ്ങോട്ട് ഇറക്കി വെക്കാൻ പറ്റുന്നില്ല. നന്ദു ആ വിഷമത്തോടുള്ള മുഖത്തിൽ തന്നെയാണുള്ളത്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത പുതിയ വിശേഷവുമായിട്ട് നാളെ കാണാം. See you all.